ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇത് ഞാൻ അഹമ്മദാബാദിൽ നിന്ന് വാങ്ങിയ ഷർട്ടാണ്. എത്ര രൂപയാന്ന് ഗസ് ചെയ്യണം. ഓക്കെ, നാട്ടിലാണെങ്കിൽ എത്ര രൂപ വരും എന്ന് ഗസ് ചെയ്യണം. വേദു ഒളിക്കുന്ന വ്ളോഗ് ചെയ്യാൻ. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് വേദു വ്ളോഗ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ഡേ ആണ്, ബോംബെയിൽ നിന്ന് പോകുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് ഡേ. ബാന്ദ്ര ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടായിരുന്നു. കാരണം ബാൻഡ് സ്റ്റാൻഡും പറ്റുമെങ്കിൽ ഷാറുഖ് ഖാന്റെ വീടൊക്കെ. അപ്പോൾ ഞാൻ ഫ്രണ്ടിനോട് പറഞ്ഞു നമ്മൾ ഇവിടുന്ന് വെക്കേറ്റ്, ഇവിടുന്ന് ബാന്ദ്ര വരെ പോയി വരാനൊന്നും നടക്കുന്നില്ല. ഞങ്ങൾക്ക് മറ്റന്നാൾ സിദ്ധി വിനായക് ടെമ്പിളിൽ പോകണം. അപ്പോൾ അതിനൊക്കെ അടുത്ത് പറ്റിയ എയർപോർട്ടിൻ്റെ അടുത്ത് ഏതെങ്കിലും ഹോട്ടൽ എടുക്കാൻ പറഞ്ഞു. ബ്രേനോട് പറഞ്ഞ് ഏതെങ്കിലും നോർമൽ ഹോട്ടൽ എടുക്കാം, നല്ല ഹോട്ടൽ എടുക്കാമെന്ന്. പക്ഷെ എവിടെ എടുക്കാൻ പോകുന്നത്? നമ്മുടെ സ്ഥലം ഏതായിരിക്കും? ഗ്രാൻഡ് ഹയാത്ത്. അപ്പോൾ ഗ്രാൻഡ് ഹയാത്ത് ബോംബെയിൽ ഒരു ദിവസം താമസിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പ്രിയയ്ക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ അവിടെ പോവാം, ഒരു ദിവസം അടിച്ചു പൊളിക്കാം. ഹോട്ടലും അടിച്ചു പൊളിക്കാം, ബാന്ദ്ര അടിച്ചു പൊളിക്കാം, ലൈഫേ അടിച്ചു പൊളിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് പോവാണ്. പ്രിയയ്ക്ക് അറിയില്ല. സോ ഇന്ന് ബാന്ദ്രയുടെ കാഴ്ചകളും ഹോട്ടലിലെ കാഴ്ചകളൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ 2 വ്ളോഗായിട്ട് ഇടാം. ഹയാത്ത് ചെയ്യുമ്പോൾ എന്തായാലും ഒരു സെപ്പറേറ്റ് വ്ളോഗ് വേണ്ടേ, കാരണം ഫുഡൊക്കെ അത്ര അടിപൊളിയായിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ പോവാം. വേദു ഒളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ രാവിലെ തന്നെ. പ്രിയ, അപ്പൊ ഇതാണ് നമ്മുടെ ഹോട്ടല്. ഇവിടെ നോ ഇത് മതിയായല്ലേ? ഇല്ല, റൂമിനകത്ത് പോകുമ്പോൾ റിയാക്ഷൻ എന്തെങ്കിലും വരണം. അപ്പൊ കിഡിലൻ പ്രോപ്പർട്ടിയാണ്. ഇത് 12 ഏക്കറാ പ്രിയ ബോംബെയില് ഈ പ്രോപ്പർട്ടി. നമുക്ക് നോക്കാം. എയർപോർട്ടിന്റെ അടുത്ത ഗ്രാൻഡ് ഹയാത്ത് മുംബൈ. വീണ്ടും സർപ്രൈസ് ആയി. അത് കാണിക്കാൻ പറ്റുന്നില്ല അല്ലേ? എനർജി ഇല്ല. പക്ഷെ ഹയാത്തിൽ വരുമ്പോ എന്തായാലും ഒരു എനർജി അല്ലോ. അതെ, അത് നോക്ക്, പില്ലറും ഒക്കെ പറയാം. അതുപോലെ അല്ലേ നമ്മുടെ ലക്കി പ്ലേസ് ഹയാത്ത് ആക്ച്വലി. അമേസിംഗ്. ഇവിടെ എന്തോ വെഡിങ് ഉണ്ട്. നമുക്കപ്പോൾ ആദ്യമേ നമുക്ക് പോയി എന്താ പില്ലറില് ഇപ്പോൾ നമ്മൾ എല്ലാ ഹോട്ടലിലും ഉണ്ടല്ലോ പ്രിയ. ഇത് റൂഫിന്റെ ഹൈറ്റ് ഭയങ്കര വലുതല്ലേ, അതാ ഇത്രയും ഭംഗി. ഹ്യൂജ് ആയിട്ട് തോന്നുന്നു. നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം. ചെടിച്ചട്ടി നൈസ് ലോബി നോ. പോവാം. റൂം കാണാം. വേദന്റെ മങ്കി ഉണ്ട് കൂടെ. ലുക്ക് ചെയ്ത ക്രിസ്മസ് ട്രീ. നമ്മള് ക്രിസ്മസ് നാട്ടിലില്ലെങ്കിലും ക്രിസ്മസ് മിസ്സാവുന്നില്ല അല്ലേ? സാന്റയുടെ ബൂട്ട്സ് നോക്ക്. നൈസ്. എന്താ ഇത് മോഡേൺ ആട്ടോ, നമുക്ക് മനസ്സിലാവാത്ത സാധനമാണ്. ഇങ്ങനത്തെ ഒരു ഡിസൈൻ അല്ലേ? നച്ചുവിനും ഭയങ്കര പ്രശ്നമായത്. പക്ഷെ ബാക്ക് ഞാൻ അപ്പുറം കണ്ടു, ഇവിടെ എന്തോ കല്യാണം നടക്കുന്നുണ്ട്, ഭയങ്കര തിരക്ക്. അവിടെ നോക്ക്, ആംപിക്ക്. ബേദുവിന്റെ ഡിയറിനെ കാണിക്കണം. ഡിയറിനെ ഓപ്പൺ തിയേറ്റർ പോലെ അല്ലേ? ഹോട്ടലിന്റെ നടുക്ക്. എനിക്കത് 4 കെട്ട് ഹോട്ടലാന്ന് തോന്നുന്നു. ആയിരിക്കും ഇവന്റ്സ് വല്ലതും നടക്കുമ്പോഴേ വെള്ളമൊക്കെ വീഴുന്നതായിരിക്കും. നൈസ് പ്ലേസ് നോ? ഇതെന്താ? അതാണ് രാത്രി നല്ല ലുക്ക് ആയിരിക്കും. നൈസ് നോ? ഇത് ലോബിയൊക്കെ കുറെ ഉണ്ടല്ലോ. സെക്കൻഡ് ഫ്ലോർ പ്രിയ. സിമ്പിൾ ലിഫ്റ്റ് ആണ്. ഇതിപ്പോ എവിടെ പോയാലും ഇത് തന്നെയാണല്ലോ. ഇതെന്ത് പറ്റി? ബോംബെ മൊത്തം ഫുൾ ട്രിപ്പിൾ ഇങ്ങനെയായിരുന്നു. റൂമിൽ വേഗം ഇറങ്ങണം കേട്ടോ, അധികം സമയമില്ല, കറങ്ങാൻ പോണം. 2187 അങ്ങോട്ടാ ലാസ്റ്റ് റൂമാ. ഒറ്റത്തെ ലാസ്റ്റ് റൂം. ഇത് നടത്തുന്നതിന്റെ ഒരു എക്സസൈസ് കേട്ടോ. സോറി ഫ്രീ അവിടെയല്ല, ഇവിടെ തന്നെയാ. രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അവിടെ വരെ പോണ്ടി വന്നെ. അപ്പൊ കേറാലോ, വലതുകാലം വെച്ച് കേറിക്കോ. അപ്പൊ ടൈം ഫോർ അവർ ഫേവറേറ്റ് സെഗ്മെന്റ്.
ഹായ് ഗായ്സ്, വെൽക്കം ടു ഗ്രാൻഡ് ഹയാത്ത് മുംബൈ. ഇനി പ്രിയാസ് റൂം ടൂർ. എനിക്ക് ഗ്രാൻഡ് ഹയാത്ത്, പൊതുവെ ഹയാത്ത് ഭയങ്കര ഇഷ്ടമാണ്. എന്താ വെച്ചാൽ നമ്മുടെ ഒരു തറവാട് പോലെയാണ് ഹയാത്ത്. ലക്കി പ്ലേസ് ആണ് ഹയാത്ത്. ദിസ് റൂം ഇസ് സോ ഹ്യൂജ്, ഭയങ്കര ഹ്യൂജ് ആണ്. ആക്ച്വലി ഇത് സ്യൂട്ട് റൂം പോലും അല്ല, ജസ്റ്റ് ഇവരുടെ ക്ലബ് റൂം ആണ്. എന്നിട്ടും ആക്ച്വലി നമുക്ക് ഫ്രീ അപ്ഗ്രേഡ്, കാരണം നമ്മൾ ഹയർ മെമ്പേഴ്സ് ആയതുകൊണ്ട് ഫ്രീ അപ്ഗ്രേഡ് കിട്ടേണ്ടതാണ്. പക്ഷെ ഇവിടെ കല്യാണമൊക്കെ നടക്കുന്നുണ്ട്, നമുക്ക് റൂം ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് മതി. അല്ല ഇത് ഇതെങ്ങനെ ഷൂട്ട് ചെയ്യും? ഇതിന്റെ അപ്പുറം വലിയ മിറർ നമ്മൾ ഒരു റൂമിൽ കണ്ടിട്ടില്ല. ഈ ഒരു മിറർ തന്നെ ധാരാളം. ഇനി ബെഡ്റൂം കാണാം. എന്തൊരു ഭംഗിയല്ലേ, ഇതൊക്കെ കംഫി ആയ ബെഡ് ഉണ്ട്. ഇനി വ്യൂ വാ, ഒരു ടി വി ഉണ്ട്, ഉപയോഗിക്കാത്ത ഒരു സാധനം. പിന്നെ അവര് പ്ലം കേക്ക് ഇവിടെ എല്ലാ റൂമിലും ക്രിസ്മസ് ടൈമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വേദു ഇത്രയും കഴിച്ചു കഴിഞ്ഞു. വ്യൂ കാണുമ്പോ തന്നെ വേദു അങ്ങോട്ട് ഓടുന്നുണ്ട്, വ്യൂ കാണാൻ പോകുന്നുണ്ട്. വ്യൂ കാണാം. ഇതിപ്പോ ഹയാത്ത് ബീച്ച് സൈഡ് അല്ല, അതുകൊണ്ടിട്ട് എയർപോർട്ടിന്റെ അടുത്തായതുകൊണ്ട് ഫുൾ ഗ്രീനറി ആണ്, ഫുൾ പ്ലാന്റ്സ് ആണ്. പക്ഷെ ഭംഗിയുണ്ട്. അവിടെയൊക്കെ നോക്കി വൈകുന്നേരം ഇരിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ, നടക്കാനൊക്കെ. സിറ്റിയുടെ നടുക്കാണ്, പക്ഷെ എന്നാലും ഇറ്റ്സ് സോ ഗ്രീൻ. നൈസ്. ഇവിടെ ഒരു ചെറിയ വർക്ക് സ്റ്റേഷൻ ഉണ്ട്. ഇവിടെ ഒരു നല്ല ലൈറ്റിംഗ് കേട്ടോ, വെരി നൈസ് ലാമ്പ്. ഇവിടെ ഒരു ചെറിയ സീറ്റിംഗ് ഏരിയ, കംഫർട്ടബിൾ ആയിട്ട് ടിവി കാണാം. Welcome to my bathroom. Come. ഇതാണ് എന്നോട് വരണ്ടെന്ന് പറഞ്ഞത്. ബാത്റൂം ആണ്. There's a closet here. Oh, this is so huge, no? Yeah. The locker and everything is provided. Pull-out drawers ഒക്കെ ഉണ്ട്. Yeah. Pull-out drawers. Then they have provided the brush. This is toothbrush. അടിപൊളി അല്ലേ? Yeah. The room is huge, Priya. The closet and see, വലിയ mirror. ഞാൻ തന്നെ ഇതിപ്പോ പറഞ്ഞു. വേദുവിന്റെ വ്ലോഗ് ചെയ്യണം. വേദുവിന്റെ വ്ലോഗ് ചെയ്യണം. ഓക്കേ, വ്ലോഗ് ചെയ്തു. ഇവിടെ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവര്, എല്ലാം നോർമൽ. ഇവിടുന്ന് ഒരു എൻട്രൻസ് ഞാൻ പറയണ്ടല്ലോ, അവര് പറഞ്ഞോളൂ. സെപ്പറേറ്റ് ക്ലോസറ്റ് ഏരിയ ഉണ്ട്. There is a bathtub. വേജു bathtub. ഇനി വേജു ഇവിടെ നടക്കില്ല. ഇന്ന് അവന് ഹാപ്പി ആയിരിക്കും. കുറ്റി മിറർ വേറെ ചെറിയ മിറർ ഉണ്ട്, അത് കൊള്ളാല്ലേ. നമുക്ക് ഷവർ മേലെ, നമുക്ക് മുഖം നോക്കി കൂടി ഷാമ്പൂ ഒക്കെ ചെയ്യുമ്പോ അതായിരിക്കും. ഇതാണെങ്കിൽ ഒരു സ്യൂട്ട് റൂം. അപ്പൊ എന്തായിരിക്കും? അതെ, ഇത്രയും തന്നെ നോർമൽ റൂം. ഇതൊന്നല്ല അല്ലെ, കോഫി ഏരിയ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. കോഫി ഏരിയ. അപ്പൊ നമ്മൾ അല്ലെങ്കിൽ വർക്ക് സ്റ്റേഷനിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഡേർട്ടി ആവും. ചെറിയ ഫ്രിഡ്ജ് ഉണ്ട്. വേദുവിന് പ്ലം കേക്ക് വേണമെന്ന്. അപ്പൊ വേദു നമുക്ക് പ്ലം കേക്ക് ഒക്കെ കൊടുത്ത് നമുക്ക് റൂം ഒന്ന് എൻജോയ് ചെയ്യാം അല്ലേ? ഓക്കെ, ബൈ ഗൈസ്. അപ്പൊ ഞങ്ങള് ബാൻഡറിലൊക്കെ പോയി കറങ്ങി, അത് സെപ്പറേറ്റ് വ്ളോഗ് ഇടാം. ഇത് കാൻഡീസ് എന്ന് പറഞ്ഞൊരു കിഡിലൻ റെസ്റ്റോറന്റ് ആണ്. കാരണം കുറച്ചധികം ലെങ്ത് ഉള്ള ഒരു വ്ളോഗ് ആയിരിക്കും അത്. അതിൻ്റെ കൂടെ ഉൾപ്പെടുത്താൻ പറ്റില്ല. അതല്ലാതെ ഷാറുഖ് ഖാൻ്റെ വീടിൻ്റെ മുമ്പിൽ ഞാൻ ഷാറുഖ് ഖാനെ പോലെ നിൽക്കുന്നു. അതല്ലാതെ നമ്മുടെ ബ്യൂട്ടിഫുൾ ബാൻഡ് സ്റ്റാൻഡിൽ പോയി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. ഇറ്റ് വാസ് എ ഡേ ഓഫ് എക്സ്പ്ലോറിംഗ് ബാന്ദ്ര. അപ്പോൾ അത് സെപ്പറേറ്റ് വ്ളോഗായിട്ട് ഇടാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഫുൾ കറങ്ങി അടിച്ച് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇന്ന് ലാസ്റ്റ് ഡിന്നർ ആയിരിക്കും ബോംബെയിൽ, കാരണം നാളെ നമ്മൾ തിരിച്ചു വരുവാണ്. സോ എന്താ നമ്മൾ പ്ലാൻ, വേദുവിനെ കാണിക്കണം എന്ന്. കോമ്പ്, അപ്പയുടെ കോമ്പ് വേദുവിൻ്റെ കയ്യിലുണ്ടെന്ന്. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ചൈനീസ് ചൈന ടൗൺ എന്താ പേര് താഴെ പോയിട്ട് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ചൈനീസ് റെസ്റ്റോറൻറ്റ്സ്. എത്ര റെസ്റ്റോറൻറ്റ്സ് ഉണ്ടെന്ന് അറിയും ഇവിടെ ചൈനീസ് ബോംബെയിൽ. പക്ഷേ ദിസ് ഇസ് റേറ്റഡ് ആസ് വൺ ഓഫ് ദ ബെസ്റ്റ് ചൈനീസ് റെസ്റ്റോറൻറ്റ്സ് ഇൻ മുംബൈ.
ബെസ്റ്റ് ചൈനീസ് റെസ്റ്റോറൻറ്റ്സ് ഇൻ മുംബൈ ആണ് ഗ്രാൻഡ് ഹയാത്തിലെ മുംബൈയിലെ. സോ അതെന്തായാലും അവിടെ പോയി ട്രൈ ചെയ്തല്ലേ പറ്റും. സോ വി ആർ സോ എക്സൈറ്റഡ്. അതിന് ഡിന്നറിന് പോവാം. അത് കഴിഞ്ഞിട്ട് പിന്നെ റൂമിൽ ഒന്ന് റിലാക്സ് ചെയ്യണം. സോ ടയറിങ്. ആക്ച്വലി ടുഡേ ഇസ് ആക്ച്വലി അവർ ഫൈനൽ ഡേ ഓഫ് ഇത്രയും വലിയ ട്രിപ്പിൻ്റെ. സോ നല്ല ഡിന്നർ കഴിച്ച് റൂമിൽ ഒന്ന് റിലാക്സ് ചെയ്യും. അവർ ബാത്ത് സോൾട്ട് ഒക്കെ തന്നിട്ടുണ്ട് ടബിൽ കിടക്കാനൊക്കെ. അതിട്ട് ടബിൽ കിടന്നു കഴിഞ്ഞാൽ ഭയങ്കര സുഖം. അതെവിടെയുണ്ട്? അതെ അതെ, ഈ ബാത്ത് സോൾട്ട്സ് ടബിൽ വെള്ളം ചൂടുവെള്ളം നിറച്ചിട്ട് ഇതിട്ട് കഴിഞ്ഞാൽ ബോഡിയൊക്കെ ഭയങ്കര റിലാക്സ്ഡ് ആവും. പിന്നെ നാട്ടിൽ പോയി ഇനി ഹെവി വർക്കൗട്ട് തുടങ്ങാനുള്ളതാണ്. സോ ഇന്നും കൂടെ ഒന്ന് ഇന്നേ റിലാക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെന്ത് വലിയ ഹോട്ടലാന്ന് നോക്ക്. ഇവിടുത്തെ അവിടം വരെ ശരിക്കും രാവിലെ ജോഗിങ് ട്രാക്ക് പോലെ പോവാം. അത്രയും വലിയ ഏരിയ. ഷോ എന്തായാലും ഇപ്പം അവിടം വരെ പോകാൻ വയ്യ. ഇപ്പം നമ്മുടെ റൂട്ട് ഇങ്ങോട്ടാണ്. ചൈനീസും ഉണ്ട്, ഇറ്റാലിയനും ഉണ്ട്, ഇവിടുത്തെ ലോക്കൽ മഹാരാഷ്ട്രീയനും ഉണ്ട്. ഞാൻ ചൈനീസാണ് എടുത്തത്. നാളെ ഇറ്റാലിയൻ, പക്ഷെ നാളെ ബ്രഞ്ച് ഉണ്ട് നമുക്ക്. ഞാൻ അതുകൊണ്ട് ഫ്ലൈറ്റ് ആക്ച്വലി ഉച്ചത്തെ ഫ്ലൈറ്റ് രാത്രിയാക്കി. ബ്രഞ്ച് കൂടെ ട്രൈ ചെയ്തിട്ട് പോകാം. ഹയാത്തി വന്നിട്ട് ബ്രഞ്ച് ട്രൈ ചെയ്യാന്ന് പോയാൽ മോശമല്ലേ? അത് ടൈഗർ ബാ. നല്ല മണമല്ലേ ഫുൾ ലോബിയിൽ? എന്താ ഭയങ്കര നല്ല മണം. ഇതെന്താ സ്പേസ് ആണോ? ഇത് ലൈറ്റ്സ് കത്തുന്ന പോലെ അല്ലേ? ഒരു സ്പേസിന്റെ ഒക്കെ ഒരു ഫീലിംഗ്. ചൈന ഹൗസ് എന്നാണ് പേര്, പക്ഷെ എൻട്രൻസ് തന്നെ നോക്ക്. പ്രിയ ജസ്റ്റ് ലുക്ക്, ഇറ്റ് ലുക്സ് ലൈക്ക് വി ആർ എൻട്രിങ് എ കിങ്ഡം. നോ എന്തോ കിങ്. യാ പ്രിയ, ഇത്രയും വലിയ ഡോർ തുറന്നു നോക്കിക്കേ. ഇത് തന്നെയാണോന്ന്? ബെൽ ബെൽ പുറത്തേക്കുള്ള വഴിയാണോ? Unbelievably beautiful. My God. Wow, even Vedu said wow. My God, Priya, what is this place? It's like a different area. It looks like a different world. Yeah. ഇത് നോക്ക്, പോണ്ടും ഹോട്ടലിനകത്താ ഇത്. ചൈനയിൽ കയറിയ പോലെ ഉണ്ട്. ശരിക്കും ചൈനയിൽ ഒരു വില്ലേജ് പോയതുപോലെ. No, it's because of the open air, the type of this type of construction. Yeah, beautiful, no? പോണ്ടിന്റെ നടുക്ക് നോക്ക്, ഒരു ട്രീ. What a place! My God! I like this place. This is unbelievable, no? A separate area, and they've given a small bridge and all. And ഇത്രയും കൂടെ ഏതാണ്ട് ഇത്ര സ്ഥലം ഉണ്ടായിട്ടും 1 2 3 4 ടേബിൾസേ ഉള്ളൂ പ്രിയ. അപ്പൊ അങ്ങോട്ട് പോയി നോക്കിയിട്ട് വരാം. ഈ ദിസ് റെസ്റ്റോറന്റ് ഡിസേർവ്സ് എ റെസ്റ്റോറന്റ് ടൂർ അല്ലേ? ഇറ്റാലിയൻ രീതി അല്ല, എനിക്ക് പക്ഷെ ഇത്രയും ഭംഗിയാന്ന് തോന്നുന്നില്ല. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അത് Oh Priya, this is the outdoor area. I think you can sit inside also. Oh, maybe AC in the house. Yeah. What is this, Vidu? ഇത് നോക്ക്. What is this? 2020 ഇയർ ഓഫ് റാറ്റ്. ചൈനീസ് രീതിയിൽ റാറ്റ്. Oh, ആണോ? That's why റാറ്റ് എന്ന് വെച്ചിരിക്കുന്നത് തോന്നുന്നു. Let's see. അകം കൂടെ നോക്കാം. Again, look at the door. Welcome to China. Yeah, this is welcome to China. പോവാലോ. Just look at the doors. How huge, no? Oh my God. Oh, പ്രിയയുടെ പാത്രങ്ങള്. Oh my God. What a place, no? What a place. ഇത് never ending ആണെന്ന് തോന്നുന്നു. How can a restaurant be so big? Very confusing, le? എവിടെ പോണം എന്നൊന്നും അറിയുന്നില്ല അല്ലേ? പ്രിയ ഇത് നോക്ക്, ഫുൾ ടീ പോട്ട്സ്. ഫുൾ ഈ ഫുൾ വാൾ ടീ പോട്ട്സ്. വേദ ഇപ്പൊ പൊട്ടിക്കല്ലേ? പൊട്ടിക്കല്ലേ പൊട്ടാ? Priya, look at this. This is the dim sum kitchen, sir. Okay. We are making over here. Fresh dim sums, huh? Yes, sir. Okay. These are 4 kitchens here. You have 4 kitchen for China? Yes, China. Oh, This is wonderful. the dessert one. This is for desserts? Dessert. Only for desserts? Only for dessert. This is for fresh dim sum? Fresh dim sum. Okay. And one the kitchen we have actually. Okay. Guys, they have 4 kitchens for one hotel. They have 4 kitchens for one restaurant. Okay, this is amazing. Main kitchen. Okay, this is the main kitchen. Samriji. Okay. ഇതിൽ നൂഡിൽസ്, ഫ്രൈഡ് റൈസ് എല്ലാം മെയിൻ ഐറ്റംസ് ഇവിടെ ഉണ്ടാക്കുന്നത്.
എന്തൊരു ബിസി കിച്ചൺ ആണ് നോക്ക്. മെയിൻ കിച്ചൺ. ഓക്കെ. Yeah. This is the different duck kitchen. Peking duck, our signature dish. What is it? Duck Peking duck. Oh, you have Peking duck here? Yes, sir. Signature dish. We Okay. have mango tree using for the soup. Oh, this is amazing. They use original mango wood to make Peking duck, just like in Right now there is China. no order. Okay, right on the order. Yeah, Okay. that's right. Great. Okay. അപ്പോൾ ഡക്കും ഇവിടെ കിടക്കുന്നുണ്ട്. This is a fresh Peking duck. Peking duck കഴിച്ചിട്ടില്ലെങ്കിൽ it's one of the best. It's one of my favorite dishes ever. So this is going to be amazing. This is going to be an amazing meal. പ്രിയ വ്ളോഗ് കാണുമ്പോൾ മനസ്സിലാവും. There are 4 kitchen. One is for desserts. One is for main course. Dessertsന് വേണ്ടി ഒരു kitchen. കിച്ചൺ, മെയിൻ കോഴ്സിന് ഒരു കിച്ചൺ, പീക്കിംഗ് ഡക്ക് ഓർമ്മയുണ്ടോ? അല്ല. പീക്കിംഗ് ഡക്കിന് വേണ്ടി മാത്രം ഒരു കിച്ചൺ വേർ ദേ മേക്ക് വിത്ത് ഒറിജിനൽ മാംഗോ വുഡ് ജസ്റ്റ് ലൈക്ക് ഹൗ ദേ മേക്ക് ഇൻ ചൈന. ആൻഡ് വൺ ഫോർ ഡിംസം, ഫ്രഷ് ഡിംസം. Peking duck we had in Bangkok. Yeah, it's amazing. It looks amazing. It's a signature dish ആണ്. 4 restaurants, 4 4 kitchen. Yeah. More. Chinese-ന് മാത്രം. മാത്രം. No wonder it's one of the best in Mumbai, no? Come, let's go sit. ആ മോൻ വേദു ചോപ്സ്റ്റിക്സ് ഞാൻ ഫുൾ വ്ളോഗ് ചെയ്തിട്ടൊക്കെ വരുമായിരുന്നു. ദില്ലു പോയ സമയത്ത് ആ എനിക്ക് ഇഷ്ടമുള്ള ഒരു മിനിറ്റ്. Is this Chinese tea? Oh, water. Water. Look how they're serving the water. In like in the Chinese kettle, no? Beautiful. Okay. പറഞ്ഞെന്തായിരുന്നു? സോ ദില്ലു പോയ സമയത്ത് Yeah. അവർ എനിക്ക് ഇഷ്ടമുള്ള സാധനം കൊണ്ടുവന്നു. What is it? Cashew. Cashew fried, but it's sugar coated. Wow, so caramelized fried. cashew. Yeah, so it's fried and it's sweet. കഴിച്ചു നോക്ക്, and it's crispy. And a bit spicy also. Oh, it is spicy. It tastes so Chinese, no? For a Cantonese style food. Amazing. If this is the this is the standard of complimentary starter. I can't imagine how good the main course will be. Now we don't have to go to China. This is, I think the 2 chefs are from China. Oh. No, we don't have to go to China. In China If we go to China also we'll compare with this food. അല്ലേ? China പോയ feeling ആയിരിക്കും. The place also looks so Chinese, no? Guys, just see how beautiful the cutlery is. Everything is beautiful. Glass holder, that's also beautiful. The kettle is beautiful. Vedun's കയ്യിലുള്ള chopstick holder is beautiful. Priya is beautiful. This is also very beautiful. Nuts അല്ലേ? The cashew nuts. വേദുവിനെ ഇഷ്ടപ്പെടുന്നില്ല പ്രിയ എടുത്ത് കഴിക്കുന്നത്. ഞാൻ എടുത്തപ്പോൾ no. വേദു കഴിച്ചോ? വേദു റിവ്യൂ പറ. Wow, പറയുന്നത്. ഇത് കണ്ട, ഇത് അവർ തരുന്നതാ. ഇത് ചോപ്സ്റ്റിക്സ് ടേബിളിൽ മുട്ടാതിരിക്കാനും ഇത് ഫോക്കും സ്പൂണും താഴെ ടേബിളിൽ മുട്ടാതിരിക്കാൻ. സോ ദാറ്റ് ദ ഫോക്ക് ആൻഡ് സ്പൂൺ വിൽ ഓൾവേസ് ബി നോട്ട് ടച്ചിങ് ദി ടേബിൾ വൈൽ വി കീപ് ഇറ്റ് ഫോർ പ്ലേറ്റ് ക്ലിയറൻസ്. നൈസ്, നോ? ഇറ്റ്സ് വെരി നൈസ്. അത് ഓക്കെ. ഗൈസ്, അപ്പോൾ സ്റ്റാർട്ടറായിട്ട് ചിക്കൻ സൂയിമായി വന്നിട്ടുണ്ട്. ദിസ് ഇസ് ഓൾസോ ലൈക്ക് എ ചൈനീസ് ഡംപ്ലിംഗ്. പക്ഷേ അൺലൈക്ക് ഡിംസം ഇറ്റ്സ് നോട്ട് കവേർഡ് അല്ല. ഇറ്റ്സ് ലൈക്ക് എൻ ഓപ്പൺ ഡംപ്ലിംഗ്. ലുക്സ് അമേസിങ്. ഇത് ബാങ്കോക്കിൽ കഴിച്ചൊരു ഓർമ്മ വരുന്നില്ല പ്രിയ? ബാങ്കോക്കിൽ സ്ട്രീറ്റ് ഫുഡിൽ ഏറ്റവും പോപ്പുലർ സാധനം ചിക്കൻ സ്യൂമി. You have to eat it with the chopsticks. I can't eat. I don't know to eat with chopsticks. I'll eat with my hand. Well, if there's one item you should try in this China House restaurant, it has to be Peking duck. It's said to be one of the best Peking ducks in Mumbai. So the duck is perfectly prepped. Now it's going right into the oven. Oven lo ubhayikkunna wood is mango wood. And chef, how long will it take? Around 45 minutes. 45 minutes. So waiting time is high, but it's totally worth it. There she goes. So we'll wait for 45 minutes and then we're going to have a meal of maybe meal of 2020, the best meal of 2020. Guys, so the food is here. It is stunning. It's amazing. The rice ഭയങ്കര ഒരു എന്താ എക്സ്ട്രീംലി സ്മോക്കി ഫ്ലേവർ ആണ് വരുന്നത്. എക്സ്ട്രീംലി സ്മോക്കി. ശരിക്കും വോക്കിലിട്ട് സ്റ്റർ ഫ്രൈ ചെയ്ത ഒരു വോക്കിന്ന് വരുന്ന ഒരു സ്മോക്കിനെസ് ഉണ്ടല്ലോ. നേരിട്ട് യു ക്യാൻ ആക്ച്വലി ടേസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഫയർ. അങ്ങനെ ഫയർ ആ ഒരു ടേസ്റ്റ് ആണ്. It's extremely clean flavors.
എവറിത്തിങ് ഇല്ല കോൺ യു ക്യാൻ ടേസ്റ്റ് ദ ചിക്കൻ എഗ് എല്ലാ ഇൻഗ്രീഡിയൻസും സെപ്പറേറ്റ് ആയിട്ടും ടേസ്റ്റ് ചെയ്യാം എല്ലാം കൂടെ ഒരുമിച്ച് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ആക്ച്വലി യു ഡോണ്ട് നീഡ് എനി അതർ കറീസ് വിത്ത് ദിസ് അല്ലെങ്കിൽ വേറെ ഒരു അക്കമ്പനിയൻസ് ഒന്നും വേണ്ട ജസ്റ്റ് ദിസ് ഫ്രൈഡ് റൈസ് ഇസ് പെർഫെക്റ്റ് പക്ഷേ ദ ക്ലേ പോട്ട് ചിക്കൻ ഓൾസോ ക്ലേ പോട്ട് ചിക്കൻ ആക്ച്വലി ഒരു സദേൺ ചൈനീസ് ഡിന്നർ ഡിഷാണ് ശരിക്കും അത് റൈസും ചിക്കനൊക്കെ കൂടിയാണ് പ്രിപ്പയർ ചെയ്തത് ഇത് ചിക്കൻ മാത്രമായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് അതിൽ ഞാൻ കഴിച്ചായിരുന്നു ആർട്ടിച്ചോക്സ് ഇട്ടിട്ടുണ്ട് സോയ് obviously soy is there tomato sauce is there leeks are there എല്ലാം കൂടി ഇട്ട് സ്റ്റർ ഫ്രൈ ചെയ്തിട്ട് സോസ് ഇട്ട് ഫിനിഷ് ചെയ്തിരിക്കുക അടച്ചു വെച്ചിട്ട് പാത്രം അടച്ചു വെച്ചിട്ട് സോ ഓൾ ദ സോസസ് ഇസ് ഗെറ്റിംഗ് അബ്സോർബ് ബൈ ദ ചിക്കൻ അതുകൊണ്ട് എക്സ്ട്രീംലി ഫ്ലേവർഫുൾ പെർഫെക്റ്റ് കോമ്പിനേഷൻ ഇവിടുത്തെ സ്റ്റാഫ് സജസ്റ്റ് ചെയ്തതാണ് ടു ഓർഡർ ഫ്രൈഡ് റൈസ് ആൻഡ് ക്ലേ പോട്ട് ചിക്കൻ ആൻഡ് ദിസ് ഇസ് ബീങ് എൻ അമേസിംഗ് മീൽ How's it? Nice, no? The rice is really good, right? അല്ല ഭയങ്കര ടേസ്റ്റ് നല്ല ഫ്ലേവർ ഭയങ്കര 45 minutes up is up അപ്പോൾ ഇത് വരുമ്പോൾ നോക്കി ഇറ്റ് വിൽ ബി ഗോൾഡൻ ബ്രൗൺ ദ സ്കിൻ ഇസ് ഗോയിങ് ടു ബി സോ ക്രിസ്പ് ദാറ്റ്സ് വാട്ട് മേക്ക് ദ പിക്കിംഗ് ദ റിയലി പെർഫെക്റ്റ് ഗോൾഡൻ ബ്രൗൺ ആൻഡ് ക്രിസ്പി സ്കിൻ ഇറ്റ് ബി ഷൈനിങ് 100% it is yeah see how beautiful it looks ഇങ്ങനെയാണ് ഹോങ്കോങ്ങിലും ചൈനയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഗ്ലാസ്സിൽ നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ ആയിരിക്കും കാണുന്നത് തൂക്കിയിടുന്നത് അത് വേ ദേ കാർവ് ഇറ്റ് ദാറ്റ്സ് ഗോയിങ് ടു ബി സ്റ്റണ്ണിങ് ഇതൊക്കെ ഇറ്റ്സ് എ വിഷ്വൽ എക്സ്പീരിയൻസ് ഇങ്ങനെ സ്കിന്ന് ഇതൊക്കെ നൈഫ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ ഇതാണ് മീറ്റ് ഒട്ടും കാണില്ല മീറ്റ് വന്നു കഴിഞ്ഞാൽ ടേസ്റ്റ് പോയി ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് ദ സ്കിൻ വിൽ ബി ദ ഇത് കഴിക്കേണ്ടത് രണ്ട് മൂന്ന് രീതിയിലാണ് ശരിക്കും ആദ്യമേ സ്കിന്ന് സ്ലൈസ് ചെയ്തിട്ട് ഒരു പാൻ കേക്കിൻ്റെ അകത്ത് വെച്ച് കുക്കുംബറും പ്ലം സോസൊക്കെ വെച്ച് റോൾ ചെയ്ത് കഴിക്കും അതാണ് സ്കിൻ കഴിക്കേണ്ടത് പിന്നെ ഇതിൻ്റെ ബോൺസ് സൂപ്പ് ഉണ്ടാക്കി തരും ആൻഡ് മീറ്റ് ഈ ഡക്ക് ആണെങ്കിൽ ആ മീറ്റ് വെച്ച് കറിയോ സ്റ്റർ ഫ്രൈ എന്തെങ്കിലും ചെയ്യും സോ ഒരു ഡക്കിനെ 3 രീതിയിൽ ദാറ്റ്സ് നോ വേസ്റ്റേജ് അതാണ് ഈ പീക്കിംഗ് ഡക്കിൻ്റെ കോൺസെപ്റ്റ് ബട്ട് ദ ബെസ്റ്റ് പാർട്ട് ഇസ് ദിസ് ക്രിസ്പി സ്കിൻ ദിസ് ലുക്സ് ആബ്സല്യൂട്ട്ലി വണ്ടർഫുൾ പ്രിയ Guys, so they are given us tender duck, extremely tender duck. This is only the meat, the pancake, the skin. I think so. This is actually garlic sauce, so that will go with the meat. The plum sauce, which is sweet, and some sugar, which if you want, you can add more sweetness. അതൊക്കെ ഇനി എടുത്ത് എങ്ങനെ കഴിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ കാണിക്കാൻ ചിലപ്പോൾ തെറ്റായിരിക്കും സോ ഐ ആസ്ക് ദ ഷെഫ് ടു ഡെമോൺസ്ട്രേറ്റ് ഹൗ ടു ഈറ്റ് ഇറ്റ് അതാണല്ലേ നല്ലത് വെറുതെ കുളമാക്കണ്ട ഞാൻ ചിലപ്പോൾ അവിടെ കഴിച്ചൊക്കെ തെറ്റായിരിക്കും Yeah. Skin just sugar. Nothing to roll. Okay. Skin, Priya, skin, just dip it in sugar and eat it. A little bit of garlic. Depends on how sweet you want. Yeah, we like a bit sweet. So some plum sauce. Plum sauce. A little bit of spring onions. Some spring onions. And some fresh cucumber. And then you put the meat. This is a duck breast, I guess, so, right? This one is a duck leg piece. Leg piece. This one is the meat. Okay, that's breast. So that's how to make a perfect Peking duck roll. Thank you. Yeah, you can give it to her. Thank you. Thank you. Oh, specially made by the chef with lots of love. Let me just eat it. This is going to be amazing. The meat looks so tender. Stunning, no? Delicious, no? Amazing, no? എല്ലാം പറയാം It's one of my favorite dishes in the world, Peking duck. Amazing. Duck skin, just sugar.
ആരെങ്കിലും ആലോചിക്കുന്ന കോമ്പിനേഷൻ ആണോ? ബട്ട് ദിസ് ഇസ് ഹൗ യു ഈറ്റ്. Duck skin is something complemented with something sweet. Oh, അത് നോക്ക് വേദു. so tasty. So tasty. Duck skin, Peking duck skin and sugar. The cook of the duck is so perfect. Cucumber freshness, spring onion freshness, duck in a gaminess flavor. Duck in a ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഇന്റൻസ് ഫ്ലേവറാ, ചിക്കൻ പോലെ അല്ല. അതിൻ്റെ കൂടെ പ്ലം സോസും ലാസ്റ്റ് കുറച്ച് ഗാർലിക്കിൻ്റെ ഒരു ഹിറ്റും കഴിച്ചു കഴിയുമ്പോൾ ഒരു പെർഫെക്റ്റ് വേ ടു ഹാവ് എ ഡിന്നർ, ചൈനീസ് ഡിന്നർ. Stunning. You don't get Peking duck anywhere in Cochin. Anywhere. Try this skin with sugar. Never tried it, no? നമ്മൾ പണ്ട് ബാങ്കോക്കിലൊക്കെ സ്കിൻ പാൻകേക്ക് അകത്ത് വെച്ചല്ലേ കഴിക്കുന്നത്. ആ ഷൂ പോയി, വേദുവിൻ്റെ ഷൂ ഇട്ടോ. ഷൂ ഇട്. ഹാപ്പി ബോയ്. Try it. How? Just dip the skin in the sugar and have. Yeah, no, just have it. That's it. And the fat അത് ഒട്ടിപ്പിടിച്ചോളും. The sugar will stick onto the skin. Too good, no? അതെ, വേറെ ഒന്നും വേണ്ട. എന്തൊരു ടേസ്റ്റ് അല്ലേ? ഏറ്റവും ഇഷ്ടമായ സ്കിന്നാണ്. എല്ലാവർക്കും അതാ ഏറ്റവും ഇഷ്ടം. Peking duck everyone orders for the skin. Meat is secondary. Perfect, no? Just perfect. A skin അത്രയും ക്രിസ്പി ആയതുകൊണ്ടാണ് ആ ടേസ്റ്റ്. And there should not be any meat on the skin. അല്ലെങ്കിൽ ക്രിസ്പിനെസ് കിട്ടില്ല. So they slice it that thinly. And what a perfect way to end a fabulous meal at China House Grand Hyatt. കാരണം ഇത് ഒരു ഫ്യൂഷൻ ഫുഡാണ്. തിരാമിസു ആണ്. പക്ഷേ നോർമലി തിരാമിസു ഇറ്റാലിയൻ ആൻഡ് മെയ്ഡ് ഓഫ് കോഫി. ബട്ട് ഇതിലൊരു ഫ്യൂഷൻ ആയിട്ട് ജാസ്മിൻ തിരാമിസു. സോ ഐ എം എക്സൈറ്റഡ് ടു ടേസ്റ്റ് ഇറ്റ്. സോ ചൈനീസ് ആൻഡ് ഇറ്റാലിയൻ, ചൈനീസ് മീറ്റ് ഇറ്റാലിയൻ എന്നുള്ള രീതിയിലാണ് with some vanilla ice cream. So it actually, I won't say it's delicious, it's amazing, it's all that. So more than that, it's so soothing. Jasmine, you know, jasmine is actually very soothing. Jasmine tea ആണെങ്കിലും jasmine smell ആണെങ്കിലും, അപ്പോൾ jasmine ഫുഡിൽ ഇൻഫ്യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഫീൽസ് നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആയ ഒരു ഫീലിംഗ് ആണ്. അതിൻ്റെ they have put some matcha powder, I think so. Perfect way to end the dinner. അപ്പോൾ ഇനി റൂമിൽ പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ്. എന്ത് പറയാനാ, we'll meet tomorrow for the breakfast. Okay, bye. Hi guys, good morning. Sorry. Hi guys, good morning. So we had a wonderful sleep. ഭയങ്കര നന്നായി ഉറങ്ങി. ലാസ്റ്റ് ഡേ ഇൻ മുംബൈ ആണ്. സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒന്ന് കുളിച്ച് റെഡി ആയിട്ട് സിദ്ധി വിനായക് ടെമ്പിളിൽ പോകണം. ദാറ്റ്സ് വൺ ഓഫ് ദ മെയിൻ റീസൺ ഞങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്. പക്ഷെ അവിടെ വേദുവിനെ കയറ്റില്ലാന്ന് തോന്നുന്നു. സോ ഒരാൾ, ഞാൻ പുറത്ത് നിന്നിട്ട് പ്രിയ പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ പോകേണ്ടി വരും, അങ്ങനെയായിരിക്കും. പക്ഷേ ഇറ്റ്സ് വെരി ക്ലോസ് ഫ്രം ഹിയർ. ആൻഡ് ഇവർ ലേറ്റ് ചെക്കൗട്ടൊക്കെ നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ഫ്ലൈറ്റ് വൈകുന്നേരം 7 മണിക്കാണ്. സോ അതുവരെ നമ്മൾ ഹോട്ടലിലായിരിക്കും. പിന്നെ ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുള്ളൂ. ഐ നോ ഇറ്റ്സ് ഗോയിങ് ടു ബി ആൻ അമേസിങ് ബ്രേക്ക്ഫാസ്റ്റ്, ബട്ട് ഐ ലിറ്ററലി ലൈറ്റ്. കാരണം ഇന്ന് സൺഡേ ആണ്. ഇവിടുത്തെ സൺഡേ ബ്രഞ്ച് ബുഫേ ഉണ്ട്. സോ ദാറ്റ് ഇസ് അവർ ഫേവറേറ്റ്. കൊച്ചി ഹയാത്തിലെ സൺഡേ ബ്രഞ്ച് ബുഫേ ആണല്ലോ ഞങ്ങളുടെ ഫേവറേറ്റ്. അതുപോലെ തന്നെ ഇവിടത്തെയും ട്രൈ ചെയ്യണം. സോ ലാസ്റ്റ് ഡേ ആണെങ്കിലും അതൊരു കിഡിലും മീലിൽ കൂടി ആയിരിക്കും നമ്മുടെ ഈ ട്രിപ്പ് അവസാനിക്കുന്നത്. Again, all different kinds of breads, croissant and stuff. Chocos, waffle station, milk. Again, different type of juices. They have even detox water. അത്യാവശ്യമാണ്. ഡീടോക്സ് ചെയ്യാനായിട്ട് ഹൈ ടൈം ആയിട്ടുണ്ട് ഇവിടെ ഒന്ന് ഇങ്ങനെ കഴിച്ച് പോഹ, ഉപ്പുമ, വട, ഇഡ്ലി, സാമ്പാർ, വട, എക്സ് കൗണ്ടർ, ഗ്രിൽ ടൊമാറ്റോ, പൊട്ടേറ്റോ, ചിക്കൻ സോസേജസ് ഇപ്പോൾ റീഫിൽ വരും. അഗെയിൻ ദേ ഹാവ് ബേക്കൺ.
അപ്പോൾ guys, I think this is the breakfast actually seating area ഉണ്ടല്ലോ. They have a big spread and it will be good surely. That is okay. അതല്ലാതെ the seating area is huge. They have two different places. 2 halls ഉണ്ട്. ഒന്ന് മെയിൻ ഡൈനിങ് റൂമും ഒന്ന് ഔട്ട്ഡോർ റെസ്റ്റോറൻറ്റ് തൊട്ട് സൈഡിലായിട്ട്. സോ എത്ര തിരക്കുണ്ടെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. നമ്മൾ ചില ഹോട്ടൽസൊക്കെ പോകുമ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വരുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന്. സോ നമ്മൾ ഇറ്റ് വിൽ ബി എ ബിസി ഡേ, സോ യു ഡോണ്ട് ഹാവ് ടൈം ടു വെയിറ്റ്. അങ്ങനെയൊക്കെ ആകുമ്പോഴും ഇവിടെ ഐ എം ഷുവർ ഇത്രയും സീറ്റിംഗ് ഉള്ള കാരണം യു ഡോണ്ട് നീഡ് എനി വെയിറ്റിംഗ് ടൈം. ദാറ്റ്സ് ദ ബെസ്റ്റ് പാർട്ട്. ഇതുപോലെ ഇവിടെയുണ്ട്, അല്ലാതെ അകത്തുമുണ്ട്. ആൻഡ് ഇന്നലത്തെ നമ്മുടെ ചൈനീസ് മീൽ, ദ ചൈനീസ് മീൽ വാസ് സോ ഗുഡ് ആൻഡ് ദിസ് പ്ലേസ് ഓൾസോ ലുക്ക് സോ ഗുഡ് ഇൻ ദ മോർണിംഗ്. അപ്പോൾ ഗൈസ് ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് പിന്നെ എന്തെങ്കിലും ഹെൽത്തി ആയിട്ട് കഴിക്കണമല്ലോ. സോ ഐ ഓർഡർ 1 watermelon ജ്യൂസ്. അതല്ലാതെ ദ സോസേജസ് ലുക്ക് റിയലി ഗുഡ്. സോസേജസ്, നൈസ് ബേക്കൺ, സം പൊട്ടേറ്റോസ്, ചോക്ലേറ്റ് ഡാനിഷ്. ആൻഡ് അതല്ലാതെ ഞാൻ ഒരു എന്താ ഓംലെറ്റ് പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ക്രാമ്പിൾഡ് എഗ്സും പറഞ്ഞിട്ടുണ്ട്, ഒരു പാൻ കേക്കും പറഞ്ഞിട്ടുണ്ട്. സോ അതാണ് എൻ്റെ ഒരു ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. But I wish I could try everything. Doshas looks amazing, waffle looks amazing. Ivarre aloo paratha, poha, lot of yummy things. But I had to exert control so that I can have good brunch. ഇന്ന് പ്രിയയും മാച്ചിങ് മാസ്ക് ആയിരുന്നു കാണിച്ച മാസ്ക്. ഭയങ്കര മാച്ചിങ്, ഡാഡിയുടെ ഒരു ഓർമ്മയ്ക്ക്. അപ്പോൾ നമ്മുടെ ബോംബെയുടെ ലാസ്റ്റ് ഡേയിൽ നമ്മൾ ഏറ്റവും ആഗ്രഹിച്ച് ഇറങ്ങിയ സാധനം ഇന്ന് നടക്കാൻ പോവാണ്. സിദ്ധിവിനായക് ടെമ്പിളിൽ പോകണം. പക്ഷെ കയറാൻ പറ്റുമെന്നൊന്നും അറിയില്ല. പ്രിയ ബാക്ക് ചെയ്ത് നോക്ക്, ക്യൂ കറക്റ്റ് ടൈമിൽ ക്യാമറ ഓൺ ചെയ്ത്. അത് മാത്രമല്ല ക്യൂ എടുത്ത് QR കോഡ് എടുത്ത് ടൈം സ്ലോട്ടിന് വെയിറ്റ് ചെയ്ത്. അതെ, അല്ല ഇത് QR കോഡ് എടുക്കാനൊക്കെ ടൈം സ്ലോട്ടാണ്. പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചു ഇനി അടുത്ത തവണ നമ്മൾ നേരത്തെ എല്ലാം ചെയ്തിട്ട് വരും. നമ്മള് ഒരുപാട് മനസ്സ്, നമ്മള് കുട്ടി ഗണപതിയുടെ ഫോട്ടോ ഒക്കെ വാങ്ങിച്ചു. ഏതൊരു ബൗബോനെ വാങ്ങി. അടുത്ത പ്രാവശ്യം എന്തായാലും ബോംബെ വരുമ്പോ നമ്മളിവിടെ കയറി പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തിട്ട് വരാം. അപ്പൊ ഇതിന്റെ ബൗബോനെ വ്ളോഗ് ചെയ്യണം. ഓക്കെ. അപ്പൊ പ്രിയ, നമ്മുടെ ലാസ്റ്റ് മീൽ ഇൻ മുംബൈ. എന്ത് കഴിപ്പായിരുന്നു അല്ലേ? നിങ്ങൾ തന്നെ പറ, ഇതുപോലെ ഒരു ട്രിപ്പിൽ ആരെങ്കിലും കഴിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒരിക്കലും കണ്ടു കാണില്ലല്ലോ, ലോകത്ത് ആരും കണ്ടു കാണില്ല. സോ പ്രിയ, പെർഫെക്റ്റ് പ്ലേസ് ടു എൻഡ് അവർ മീൽസ് അല്ലേ? ഒരു ഹയാത്തില് എല്ലാം നിറഞ്ഞ ബുഫേ. അപ്പൊ ഇനി എല്ലാം ക്രേവ് ആണെങ്കിൽ തീർക്കുക, നാട്ടിൽ പോയി ഡയറ്റിംഗ് തുടങ്ങുക. അത് പാടാ, ന്യൂ ഇയർ ഒക്കെ വരുമല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വാട്ട് എ വേ ടു എൻഡ് ട്രിപ്പ്. ഒരു കിഡിലൻ ബ്രഞ്ചാണ്. എനിക്കറിയാം നിങ്ങൾക്ക് മിക്കവർക്ക് ഫുഡ് കണ്ട് മതിയായി കാണുന്നു. പക്ഷേ ഇതൊന്നും കൂടെ കാണും. ഇത് ഒന്നും കൂടെ പോരാ. നാട്ടിൽ പോലെ നമ്മൾ ഫുഡ് ആയിരിക്കും, നമ്മുടെ ഒരു മെയിൻ കണ്ടന്റ് ഫുഡ് തന്നെയാണല്ലോ. സോ ഞാൻ എന്തായാലും ബ്രഞ്ച് ബുഫേ കാണിച്ചു തരാം. ഇറ്റ് ഈസ് ഹ്യൂജ് സ്പ്രെഡാണ്. ഡിസേർട്ട്സ് കൗണ്ടർ ലാസ്റ്റ് കാണിച്ചു തരാം, അല്ലെങ്കിൽ അതിൽ തന്നെ തുടങ്ങിയാലോ. അപ്പോൾ സ്റ്റാർട്ടേഴ്സ് ഒരു മുർക്ക് ടിക്ക, ഒരു ഫിഷ് ടിക്ക, പനീർ ടിക്ക, തന്തൂരി ആലു. എവറിത്തിങ് ലുക്സ് അമേസിങ്. ഇതിൽ ചിക്കനാണ്, മീറ്റി മുർഗ്, ചിക്കൻ, മട്ടൻ, റോഗൻ ഗോഷ്, ചിക്കൻ ബിരിയാണി. അതെന്തായാലും കഴിക്കണം, കുറേ നാളായി. ഇത് വെജിറ്റബിളിനെ ആയതുകൊണ്ട് ഞാൻ തുറക്കുന്നില്ല. പനീറാണ്. ഇത് മട്ടൺ മസാല, ദാൽ മഖ്നി ആൻഡ് സ്റ്റീംഡ് റൈസ്. ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പിക്കിൾസ് ആൻഡ് സാലഡ്സ് ആണ്. ഇത് ആൽക്കഹോൾ ആൻഡ് നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക്സ്. ഇനി നമ്മൾ ചൈനീസിലേക്ക് എത്തി. ഇത് വെജിറ്റബിൾ നൂഡിൽസ്, വോക്ക് ഫ്രൈഡ് വെജിറ്റബിൾ നൂഡിൽസ്, ചിക്കൻ എഗ് ഫ്രൈഡ് റൈസ്, ബ്ലാക്ക് പെപ്പർ ചിക്കൻ. വെജിറ്റേറിയൻ ഞാൻ തുറക്കില്ല, ഇത് ടോഫുവാണ്. ഡംപ്ലിംഗ്, ഇത് സോ യമ്മി. ഇന്നലത്തെ ചൈനീസ് ആ സെയിം ഷെഫായിരിക്കും ഉണ്ടാക്കിയത്. സോ ഇതുപോലെ യമ്മി. ആൻഡ് ദെൻ ചിക്കൻ ഡംപ്ലിംഗ്. എന്ത് ഭംഗിയാന്ന് നോക്കുക, ഹൗ ബ്യൂട്ടിഫുൾ അത്. ഇത് വെജിറ്റബിൾ ആണ്, തുറക്കുന്നില്ല. വെജിറ്റബിൾ ഡംപ്ലിംഗ്. ആൻഡ് ഇതും വെജിറ്റേറിയൻ തന്നെ വേറൊരു ഡംപ്ലിംഗ്. ഇതല്ലാതെ ഒരു സ്പെഷ്യൽ കൗണ്ടർ ഉണ്ട്. ദാറ്റ്സ് ഓൺലി ഫോർ ദ മോസ്റ്റ് ഡെലിഷ്യസ് ലുക്കിംഗ് റോസ്റ്റ് ചിക്കൻ. അത് കാണിച്ചു തരാം. കിഡിലനായിട്ടുണ്ട്. നല്ല കിഡിലൻ ഓവൻ റോസ്റ്റഡ് ചിക്കൻ വിത്ത് സം ഗ്രേവി. ഗ്രേവിയുടെ കളർ നോക്ക്. അതല്ലാതെ ഒക്കെ സാലഡ് കൗണ്ടറാണ്. കോൾഡ് മീറ്റ്, സലാമി, ഹാം, അങ്ങനത്തെ പെപ്പറോണിയൊക്കെ. ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാലഡ്സ് ആണ്. ഏത് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ അവർ പ്ലേറ്റ് ചെയ്ത് തരും. എല്ലാം ഉണ്ട്. പോസ്റ്റ് പ്യൂർ, ദാറ്റ് വിൽ ബി വെരി ടേസ്റ്റി. കുക്കുംബർ ആൻഡ് ക്രീം ചീസ്, അതൊന്ന് ട്രൈ ചെയ്യണം.
ഞാൻ ആദ്യമേ ഡെസേർട്ട് കാണിക്കാമെന്ന് പറഞ്ഞു, പക്ഷെ വേണ്ട, ലാസ്റ്റിന് കാണിക്കാം. കാരണം ഇവിടുത്തെ ഡെസേർട്ട് സ്പ്രെഡാണ് ഹൈലൈറ്റ് എന്ന് തോന്നുന്നു. ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. ഇതൊരു ടൈപ്പ് ടാർട്ടാണ്. ദിസ് ഇസ് സ്ട്രോബെറി മാർസിപ്പാൻ, ചോക്ലേറ്റ്, assorted chocolates, egg tart, that will be delicious. Mango baked yogurt, that is also amazing. Chocolate cake, chocolate cupcakes, chocolate log, then another passion fruit mousse, pineapple cake, cheese brownie, panna cotta, green tea tiramisu, summer berry, coconut panna cotta, lemongrass chocolate mousse, saffron pistachio, chocolate truffle, tiramisu and strawberry shortcake. അപ്പോൾ ഇത്രയാണ് സ്പ്രെഡ്. ഇതിൽ നിന്ന് എങ്ങനെ ഡെസേർട്ട്സ് എല്ലാം ടേസ്റ്റ് ചെയ്യും. ഓൾറെഡി നമ്മൾ താജിലെ ഹൈറ്റിയിൽ കഴിക്കാത്ത ഡെസേർട്ട്സ് ഇല്ല. ഇവിടെ ഏകദേശം എനിക്കത് അത്രയൊക്കെ തന്നെ ഉണ്ടെന്ന്. സോ ഇതാണ് ഞങ്ങളുടെ മെയിൻ വണ്ണം വെക്കാനുള്ള കാരണം, ഈ ഡെസേർട്ട്സ് ഇത്രയും കഴിക്കുന്നത്. പ്രിയ, ഞാനേ നമ്മുടെ ഡെസേർട്ട് സ്പ്രെഡ് ഓൾമോസ്റ്റ് താജിൻ്റെ അത്രയും തന്നെ ഉണ്ട് പ്രിയ. ഇറ്റ് ഇസ് ഹ്യൂജ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കുറേ ടിക്കാസും തന്തൂരി ആയിട്ട് എടുത്തു, അല്ലാതെ കുറച്ച് ദിംസംസ്. ഇതിൻ്റെ കോമൺ എന്താണെന്നറിയോ? ഇറ്റ്സ് ഓൾ ഹെൽത്തി. ഇത് സ്റ്റീംഡും ഇത് തണ്ടൂരുമാണ്. നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു ബിരിയാണിയും ഡെസേർട്ടൊക്കെ കഴിക്കാൻ പോവാ. അതെ. യു ടേസ്റ്റ് ദ ഫിഷ്, നോ? നോർമലി തണ്ടൂരി ഫിഷ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പോർഷൻ അല്ല. ഇത് കണ്ട് ഇത് ഇത്രയായിട്ടാണ് വന്നത്. അത് നമ്മൾ കട്ട് ചെയ്യണം. സോ ഒരു ഓൾമോസ്റ്റ് ഒരു 200 grams ഒക്കെയാണ് ഒരു പീസ് ഓഫ് തണ്ടൂര് വരുന്നത്. ചകവും നോക്ക്, വൈറ്റ് കളറും നോക്ക്. നല്ല സ്പൈസി. ഐ ലവ് സ്പൈസി ഫുഡ്. നല്ല സ്പൈസി. എനിക്കൊരു അച്ചാറിലിട്ട് ഒരു ചാർഡ് ലുക്ക്, കുറച്ച് ഒരു മുരിഞ്ഞ ഒരു പൊട്ടറ്റോ, നല്ല ടേസ്റ്റ് ആയിരിക്കും തോന്നുന്നു. എൻ്റെ അമ്മ ഇതുപോലെ ഉണ്ടാക്കും, പൊട്ടറ്റോ മെഴുക്കുവരട്ടി. ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പം അതിൻ്റെ ഓർമ്മ എനിക്ക് വന്നത്. പ്രിയ, ദിംസം എങ്ങനെയുണ്ട്? Anyone who's watching the video and coming to Mumbai or are in Mumbai, the must try place in Grand Hyatt is the China House. Our China House restaurant is outstanding. Order the dim sum. It is really good. അതിൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഈ ബുഫേയിലും വെച്ചിരിക്കുന്നത്. ഇറ്റ്സ് അമേസിംഗ്ലി ഗുഡ്. ഭയങ്കര ടേസ്റ്റ് അല്ലേ പ്രിയ? എൻ്റെ പേഴ്സണൽ റെക്കമെൻഡേഷൻ ഇവിടെ എന്താണെന്നറിയോ? യു ഹാവ് ടു ട്രൈ ദ ചൈനീസ്. ഇവിടെ റെസ്റ്റോറൻറ്റിൽ വന്നാലും ബുഫേക്ക് വന്നാലും യു ഹാവ് ടു ട്രൈ ദ ചൈനീസ്. ഇറ്റ് ഇസ് സോ ഗുഡ്. ബ്ലാക്ക് പെപ്പർ ചിക്കൻ ശരിക്കും ഒരു നല്ല തിക്ക് പെപ്പർ സോസിൻ്റെ ഒരു ടേസ്റ്റാണ്. ബോൺലെസ് പീസ് ഓഫ് ചിക്കൻ. വോക്ക് ഫ്രൈഡ് നൂഡിൽസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല, ഭയങ്കരമായിട്ട് ഒരു സ്മോക്കിൻ്റെ ഫ്ലേവർ ഉണ്ട്. ഇറ്റ്സ് അമേസിങ്. പ്രിയ എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന ഡെസേർട്ട്സ് നോക്ക്, അവിടെയുണ്ട്. അത് ഷെഫേ വരുന്ന വഴിക്ക് പ്രിയനെ കണ്ടു, 2 കയ്യിൽ വരുന്നത് ബാലൻസിങ് ആക്ട്. ഷെഫ് എന്നിട്ട് ടേബിളിലേക്ക് കൊടുത്തയച്ചു. ഞാൻ ഒരു ഷെഫ് എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തയച്ചു. അത് 2 കൈ നടത്തി. ഇത് ഒരെണ്ണം പനക്കോട്ട, ഒന്ന് തിരാമിസ്, വേറെ എന്തോ പുഡിംഗ്, പിന്നെ കേക്ക്, എഗ് ടാർട്ട്, ചോക്ലേറ്റ്സ്, ജാം റോൾസ്, എല്ലാം കഴിക്കും പ്രിയ. എല്ലാം. അയ്യോ വാവ്, ഏതു വാവ് എന്ന് പറയാ. ഹാപ്പി ഡെസേർട്ട് ആണപ്പോ ഹാപ്പി ആമി ഹൈഫൈ. പ്രിയ ഇപ്പോഴാ ക്യാമറ ഓൺ ചെയ്യുന്ന കണ്ട് എന്തൊരു അടിയാ പ്രിയ ഇത്. ഒരെണ്ണം കഴിഞ്ഞു, ഗ്ലാസ് കഴിഞ്ഞു മാറ്റി വെക്കും, പ്ലേറ്റ് ക്ലിയറൻസ്, ഗ്ലാസ് കഴിഞ്ഞു ക്ലിയറൻസ്. ഒരു റിപ്പീറ്റ് പ്രോസസ്സാണ്. അപ്പോൾ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. കഴിക്കുന്നത് കാണിക്കില്ല, കാരണം ഐ എം ഷുവർ യു ഗൈസ് വിൽ ഗെറ്റ് ബോർഡ്. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, ഫുഡ് സോ ഗുഡ്. ഇത് ആക്ച്വലി ഞാൻ ഷെഫായിട്ട് സംസാരിച്ചു, മലയാളിയാണ്. ഇവിടെയും മലയാളി തന്നെയാണ് ഹെഡ് ഷെഫ്. നിഷാന്ത് എന്നാണ് പേര്. ആക്ച്വലി സംഭവം ഉണ്ടായി. പ്രിയ പറഞ്ഞു ഷെഫ് ദേ നമ്മളെ ഒന്ന് തീറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷെഫ് അടുത്ത് വന്നു. അപ്പോൾ ഞാൻ ദില്ലുവിനോട് പറയുന്നത് ഈ ഷെഫ് നമ്മൾ തീറ്റിച്ചിട്ടേ അണങ്ങുള്ളൂ എന്ന് പറയുന്ന സമയത്ത് പുള്ളിയോട് ചോദിക്കാം മലയാളിയാണോ. ഞാൻ ചമ്മിലാറി. പ്രിയ ഇനിയിപ്പോ കിടക്കാൻ സമയമില്ല, പോവാറായി. നമുക്ക് നാളെ പോവാം. എനിക്ക് തോന്നി തീട്ടുന്നത്. ഹൗസ് എ റൂം പ്രിയ? എന്തൊരു റൂമായിരുന്നു അല്ലേ. I loved the room, so spacious and ഒരാളും കൂടെ ഇപ്പൊ ഒരു മങ്കി ഫാമിലി.
ആ ഓക്കെ ഞങ്ങൾ മുംബൈ എയർപോർട്ട് ലോഞ്ചിലാണ്. പ്രിയക്ക് 5 മിനിറ്റേ ഉള്ളൂ. പ്രിയ അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ഈറ്റിംഗ് ആണ്. ഷോപ്പിംഗ് ആണ് സാധാരണ ലാസ്റ്റ് മിനിറ്റ്. ഇത്തവണ ഈറ്റിംഗ് ഡോക്ലൈൻ ചിക്കൻ കറി. വേദ് മോൻ ഫ്രൂട്ടി കുടിക്കുന്നുണ്ട്. ഈ ട്രിപ്പിൽ വന്നേ പിന്നെയാണ് വേദ് സ്ട്രോയിൽ കൂടെ കുടിക്കാൻ പഠിച്ചത്. താങ്ക്സ് ടു പ്രിയ. അപ്പോൾ ലഗേജ് ആസ് യൂഷ്വൽ എക്സ്ട്രാ ആയിരുന്നു. പക്ഷേ നല്ല സ്റ്റാഫ് ആയതുകൊണ്ട് അവർ കയറ്റി വിട്ടു. ഏകദേശം ടോട്ടൽ ഒരു 4-5 കിലോ എക്സ്ട്രാ ഉണ്ടായിരുന്നു. ബാക്കി അവർ കയറ്റി വിട്ടു. ഹാൻഡ് ലഗേജ് 2 കിലോ എക്സ്ട്രാ ഉണ്ടായിരുന്നു. അതും അവർ കയറ്റി വിട്ടു. മറക്കരുത്, ലോഞ്ച് ഉപയോഗിക്കാൻ എപ്പോൾ എയർപോർട്ടിൽ പോയാലും വീണ്ടും പറയാം, സാധാരണ ഡെബിറ്റ് കാർഡ് ATM കാർഡ് കൊണ്ട് ലോഞ്ചിൽ കൊടുക്കുക. ഫ്രീ ആക്സസ് ഉണ്ടോ എന്ന് ചോദിക്കുക. ഒരാൾക്ക് ഒരു ATM കാർഡ്. ലോഞ്ചകത്ത് കയറിയ അൺലിമിറ്റഡ് ഫുഡായിരിക്കും. വെള്ളവും കോഫിയൊക്കെ അൺലിമിറ്റഡ് ആയിരിക്കും. മസ്റ്റ് യൂസ് ഫെസിലിറ്റി ഇൻ ദി എയർപോർട്ട്. ഓക്കെ, ഇനി ഇതിനെക്കുറിച്ച് ഡൗട്ട് ചോദിക്കരുത്. എത്ര തവണ പറഞ്ഞിട്ട് ആർക്കെങ്കിലും ഒക്കെ പിന്നെയും ഡൗട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നേരെ നാട്ടിൽ പോവാം. നാട്ടിൽ പോയിട്ട് എടുക്കാൻ പറ്റില്ലായിരിക്കും, ലേറ്റ് ആവും. പക്ഷെ നാട്ടിൽ പോയിട്ട് നിങ്ങൾ ഓർക്കുക, ഞാൻ കഴിക്കാൻ പോകുന്ന ആദ്യത്തെ മീൽ എന്താണെന്ന് മിക്കവർക്കും അറിയാമല്ലോ. അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം. എന്താ ആദ്യത്തെ മീൽ എന്താണെന്നോ? അത് പ്രിയയ്ക്ക് അറിയില്ല, പക്ഷെ ഓഡിയൻസിന് അറിയാം, നമ്മുടെ വ്യൂവേഴ്സിന് അറിയാം. അവർക്കിപ്പോൾ എൻ്റെ സ്വന്തം ഫാമിലിനെ പോലെ തന്നെ അവർക്കെല്ലാം അറിയാം. വേദു ഫ്രൂട്ടി കുടിക്കുന്ന വ്ളോഗ് ചെയ്യണം. അപ്പോൾ വേദു ഫ്രൂട്ടി കുടിച്ചുകൊണ്ട് എല്ലാവർക്കും ബൈ പറയാണ്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.